ഇനി കാണാൻ വന്ന മാംഗല്യം ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ അറിവാണ്. അപ്പോൾ ഈ എപ്പിസോഡിനത് അവന്തികയുടെ നിശ്ചയദാർഢ്യ ഉറപ്പെന്ന് പറയുന്നത് ധനുഷിനെ പുറത്തിറക്കുക എന്ന് തന്നെയാണ്. പോരാത്തതിന് അവന്തിക ധനുഷിനെക്കുറിച്ച് സ്നേഹയുടെ മുന്നിൽ പറയുന്ന ചില കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ റിവ്യൂ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം, അവന്തികയുടെ ഫോണിനകത്ത് എന്താണ് ഈ പറയുന്ന ധനുഷിൻ്റെ കോൾ വന്നിരിക്കും. അപ്പം ധനുഷാണെങ്കിൽ എന്താ, അവന്തിക എന്നെ നീ ഭ്രാന്ത് പിടിപ്പിക്കില്ല, ഞാൻ പറയുന്നതിനെ കേൾക്കുന്നത്. കാരണം അവന്തികയോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നീ നാളെ തന്നെ എന്നെ കാണാൻ ഇവിടെ വന്നിരിക്കണം. അവന്തിക്കാണെങ്കിൽ അതിനൊരു അക്ഷരം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നന്ദൻ്റെ മുന്നിലാണ് അവന്തിക ഈ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ധനുഷിൻ്റെ ആ ഒരു റൈസ് ചെയ്തോളം സംസാരത്തിൽ അവന്തിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവന്തിക പേടിച്ച് വരച്ച് നിന്ന് മെല്ലെ നന്ദൻ്റെ മുന്നിൽ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. നന്ദൻ ഇതെന്താണ് ശ്രദ്ധിക്കാതൊന്നും ഇരിക്കുന്നില്ല. നന്ദൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഇവിടെ എന്തോ ഈ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നന്ദൻ പിന്നെ നന്ദൻ്റെ കാര്യത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ധനുഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടോ? എനിക്ക് കേൾക്കാം, ഞാൻ ഇപ്പം തൽക്കാലം നാളെ വന്ന് കാണാൻ പറ്റുന്ന സാഹചര്യത്തിനകത്തല്ല. അപ്പോഴത്തേക്കും ധനുഷങ്ങ് ഭയങ്കര ദേഷ്യത്തിന്, ഞാൻ പക്ഷേ നിന്നെ നാളെ വന്ന് കാണുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടി ജാമ്യത്തിന് ശ്രമിക്കത്തില്ല എന്നല്ല, ഞാൻ നല്ലപോലെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിന്നെ ഏറ്റവും നല്ല വക്കീലിനെ കൊണ്ട് തന്നെ ഞാൻ പുറത്തെടുക്കുമെന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ജാമ്യം ഉറപ്പായിട്ട് തന്നെ എടുക്കുമെന്ന് ആ വന്നിക ഈ വാക്കൊക്കെ പറയുന്നെങ്കിലും ഇതൊന്നും കേട്ട് തൽക്കാലം ധനുഷിന് ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇല്ല. ധനുഷ് പറയും, നീ ഇതേ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വല്ലതാണ് പറയുന്നെങ്കിൽ അവന്തികയെ ആദ്യത്തെ ശത്രു നീയും ഞാനും തന്നെയായിരിക്കും. അർച്ചന അടുത്തുള്ള ശത്രുതയൊക്കെ ഞാൻ മറന്നിട്ട് നിന്നോടായിരിക്കും എനിക്ക് പ്രതികാരം വീട്ടാനുള്ളതെന്നൊക്കെ ധനുഷിൻ്റെ വക ഭീഷണി കേട്ട് അവന്തിക്ക് ഇച്ചിരി എന്താണ് പേടിയും കിലുകില എന്നുള്ള വിറപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സംസാരിച്ചാൽ ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കുക, ഞാൻ എന്തായാലും നാളെ തന്നെ നിന്നെ എടുക്കുമെന്നൊക്കെ പുറത്തേക്ക് എടുക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ധനുഷ് ലാസ്റ്റ് എന്താണ് അതിലേക്ക് വിശ്വസിച്ച് അങ്ങനെ എടുത്താൽ നിനക്ക് കൊള്ളാം എന്ന ഭീഷണിയോട് കൂടി തന്നെ ധനുഷിൻ്റെ ഫോൺ വെക്കുന്നതും അവന്തിക്ക് തിരിയുന്നതും പുലിയുടെ മുന്നിലാണ് ചെന്ന് വീണിരിക്കുന്നത്. അതായത് അർച്ചന ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ജാമ്യത്തെ എടുക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ എന്ന് അർച്ചനയുടെ തിരിച്ച് ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക. ജാമ്യോ? നീ എന്തോ പറയുന്ന അർച്ചനെ, നിനക്ക് വട്ടായോ? ഞാൻ ജാമ്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കല്ലേ. അപ്പോൾ അർച്ചന ചോദിക്കുമോ, അപ്പം നിങ്ങളുടെ കൂട്ടുകാർ എന്തോ ജയിലിലാണെന്നോ ഇപ്പം കിടക്കുന്നത്? അപ്പോഴത്തേക്കും അവന്തിക എന്താണ് വെളുത്ത് നിൽക്കുവാണ്. കാരണം അർച്ചന എല്ലാം മനസ്സിലാക്കി തന്നെ ആയി. പറയുന്നുണ്ട്, അവനെ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പണി പാളും. ധനുഷിന് ജാമ്യത്തെടുക്കാനുള്ള പരിപാടിയല്ലേ? എന്തായാലും ഞാൻ ഈ നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല, എന്തായാലും എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന അർച്ചന പറയുമ്പം അവനിക്ക് മനസ്സിലായി ഇവർക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടി എന്നുള്ള കാര്യം. അപ്പോൾ അർച്ചനയുടെ മുന്നിൽ വിളിച്ചുകൊണ്ട് ഇനി അടുത്ത വാശണിക്കോ, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി സ്ഥിതിക്കത് ഞാൻ ഈ കള്ളം പറയാനൊന്നും നിൽക്കുന്നില്ല അർച്ചന, ഞാൻ ധനുഷിനെ ജാമ്യത്തിൽ എടുക്കാൻ തന്നെയാണ് പോകുന്നത്. ഈ നാട്ടിലെ ഏറ്റവും നല്ല വക്കീലിനെ കൊണ്ട് തന്നെ അവനെ ഞാൻ ജാമ്യത്തിൽ എടുത്ത് പുല്ല് പോലെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോഴത്തെ അർച്ചന പറയുന്നത്, നിങ്ങൾ അവനെ കൊണ്ടുവരാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ, പക്ഷെ നെല്ലിശ്ശേരി വീട്ടിൽ ഇനിയും എന്തെങ്കിലും നമ്പർ അടവിട്ട് അവനെ കയറ്റാനാണ് പരിപാടിയെങ്കിൽ അർച്ചന പലതും കാണിക്കും. അപ്പോൾ അർച്ചനോട് ചോദിക്കുമോ, പിന്നെ നീ അങ്ങ് കാണിക്കും, നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യുക അർച്ചന, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്യുന്ന പറയുമ്പം അർച്ചന തിരിച്ചെടുക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല ചെയ്തുകൊണ്ടാണ് ഇന്ന് അവൻ ജയിലിൽ കിടക്കുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സഹായിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് പറയുന്ന ധനുഷും മിന്നൽ ബിജുവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ സമയത്ത് എനിക്ക് അയച്ചെന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ആരാധന അന്വേഷിച്ച് നടക്കുമോ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പം ഇത് കേട്ടതും അവന്തിക്ക് എന്താണ് മുഖം അങ്ങ് ചരിച്ചു വെച്ചിട്ട്, അയ്യോ ഇവളെ എന്നെ തന്നെ അതിൽ ഉദ്ദേശിച്ചത്, അതായത് എന്നെ കള്ളത്തരം പുറത്തായോ, ഇനി അവൾക്ക് മനസ്സിലായോ ഞാൻ തന്നെ എന്ന ഭാവത്തിനകത്ത് അവന്തിക്ക് എന്താണ് ഇങ്ങനെ പേടിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. കാരണം അന്ന് അവന്തിക്ക് എന്താണ് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ഈ ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തതും അർച്ചന നോക്കുന്നില്ലല്ലോ എന്ന് ടെൻഷനായി നിന്നതും ലാസ്റ്റ് അർച്ചന കണ്ടുപിടിച്ച ആയിട്ടുള്ള അത് താൻ ചെയ്ത ആ ഒരു എപ്പിസോഡുണ്ടല്ലോ അത് തന്നെ അങ്ങ് ആലോചിക്കുകയാണ്. അപ്പോൾ അർച്ചനയ്ക്ക് ഈ മുഖത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ട് അർച്ചനയ്ക്ക് മനസ്സിലായി ഇവർ തന്നെയാണെന്ന്. അർച്ചന, ഇനി ഇതൊക്കെ നിങ്ങളാണ് എനിക്ക് അന്ന് അയച്ചു തന്നതെന്ന് കണ്ട നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നേരിട്ട് ഈ കാര്യത്തിൽ മുഖാമുഖമാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ധനുഷിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അന്ന് ധനുഷും സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോയപ്പോഴേ നിങ്ങളങ്ങ് എന്താണ് കല്യാണം മുടക്കാൻ വേണ്ടി തൽക്കാലത്തേക്കൊന്നും ബോധം കെട്ടി വീണില്ലേ, അതുപോലത്തെ ഒരു ബോധം കെട്ടി വീഴൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കേണ്ടി വരും. പക്ഷെ അന്ന് ചെയ്യുന്ന ഇനി അഭിനയം ആയിരിക്കത്തില്ല, യഥാർത്ഥത്തിൽ തന്നെ എന്താണ് അവന്തിക ബോധം കെട്ട് വീഴേണ്ടി വരും. കാരണം എന്താണെന്നറിയത്തില്ലേ, നിങ്ങൾ ധനുഷിനെ ഇവിടെ കൊണ്ടുവന്ന ജാമ്യത്തെ എടുത്ത് നിങ്ങളാണ് ഈ വീഡിയോ അയച്ചെന്നുള്ള കാര്യം നേർക്ക് നേരാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ അത് ധനുഷ് മനസ്സിലാക്കിയെടുത്താൽ ധനുഷ് നമ്പർ 1 ശത്രു എന്ന് പറയുന്ന അർച്ചന ആവത്തില്ല, അവന്തിക തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവന്തികയ്ക്ക് കീഴിലേക്കില്ല എന്നുള്ള പേടിക്കകത്ത് അവന്തിക അവിടെ നിൽക്കുകയാണ്. എൻ്റെ പൊന്നെ, എൻ്റെ കയ്യിലേക്ക് തന്നെയാണല്ലോ തിരിച്ച് കറങ്ങി ഞാൻ ചെയ്ത പരിപാടിയുടെ പണിയൊക്കെ വന്ന് നിൽക്കുന്നത്. അവന്തിക അർച്ചനെ നോക്കി നിൽക്കുമ്പോൾ അർച്ചന പറയുന്നത്, എന്തായാലും ഞാൻ നിരുത്സാഹപ്പെടുത്താനൊന്നും നിൽക്കില്ല, നിങ്ങൾ അവനെ ജാമ്യത്തിൽ എടുക്കോ എടുക്കാതിരിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ എടുക്കുന്നതൊക്കെ കൊള്ളാം, അവനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് പൊറപ്പിക്കാൻ വേണ്ടി നിൽക്കില്ല. നിങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അത് നിങ്ങളുടെ മണ്ടത്തരം.
പ്രിയപ്പെട്ടവനെ ജാമ്യത്തിൽ എടുക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കാതെ മറ്റെവിടെയെങ്കിലും കൊണ്ടുവന്ന് അവനെ താമസിപ്പിച്ചോണം. ഇങ്ങോട്ടേക്ക് എങ്ങാനും അവനെ കണ്ട അർച്ചനയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇനി നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അർച്ചന അവിടെ നിന്ന് അങ്ങ് പോവാണ് കാര്യം നടക്കണമെന്ന്. അപ്പം അർച്ചന പോകുന്നതും ഇവിടെ കുറച്ച് നേരം അർച്ചന പറഞ്ഞൊക്കെ ഇങ്ങനെ മനസ്സിട്ട് ചിന്തിച്ച് നിന്നിട്ട് നേരെ മൂർത്തി വിളിക്കുക. കാരണം ധനുഷിനെ ഭീഷണി എന്ന് പറയുന്നത് റേഞ്ച് സിൽവാനൊന്നും അല്ല. ഇനിയും ധനുഷിനെ എന്താണ് മണ്ടയാക്കിക്കൊണ്ട് ജാമ്യത്തിൽ എടുക്കാതെ അവിടെങ്ങാനും കിടന്നാൽ ധനുഷ് അവന്തികയുടെ കഴുത്തിലേക്ക് തന്നെ ഒരു മുറുകുന്ന വള്ളിയായി മാറുന്ന അവന്തിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ധനുഷിന് ജാമ്യത്തെടുക്കാനായി മൂർത്തിയെ വിളിക്കുക. അപ്പോൾ മൂർത്തി ആരും നമുക്ക് ഇതുവരെ അറിയത്തില്ല. അപ്പോൾ ഹലോ മൂർത്തിയല്ലേ, ഞാൻ അവന്തിക എന്ന് പറയുമ്പം എനിക്ക് നാളെ തന്നെ അവനെ ഇവിടെ നാട്ടിൽ കിട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പം ആരെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഒരു എത്തും പിടിയില്ല. എനിക്ക് നമ്മുടെ സച്ചി അർച്ചനയാണ്. അപ്പോൾ അവരുടെ ബെഡ്റൂമിനകത്ത് അർച്ചന എന്താണ് ബെഡൊക്കെ നല്ല നീറ്റാക്കി എന്താണ് റെഡിയാക്കിയിട്ടിട്ട് അർച്ചന എന്താണ് അപ്പോഴേ തന്നെ കയറി കിടക്കുക. കാരണം നാളെ രാവിലെ നേരം വെളുക്കുമ്പോഴേ എണീറ്റല്ലേ പണിയൊക്കെ ഒതുക്കി വേഗത്തിൽ വെച്ചിട്ട് കുഞ്ഞുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പം ഒക്കെ ചിന്തിച്ച് നമ്മുടെ അർച്ചനക്കുട്ടി വേഗം തന്നെ എന്താണ് ബെഡ് കണ്ട് അങ്ങ് കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. സച്ചി പോലും വരുന്നതിന് മുമ്പേ അപ്പോഴത്തേക്കാണ് സച്ചി തന്നെ എടോ താൻ ഇത്ര നേരത്തെ കിടന്നോ. അപ്പോൾ അർച്ചന പറയുന്നു സച്ചിയേട്ടൻ ഞാൻ നേരത്തെ ഒന്നുമില്ല കിടന്ന്, സച്ചിയേട്ടനെ ജോലിയൊക്കെ ചെയ്ത് താമസിച്ചുകൊണ്ട് സച്ചിയേട്ടന് തോന്നിയാ പിന്നെ നേരത്തെ കിടന്നാലേ രാവിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് കുഞ്ഞുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുമല്ലോ. എടോ അത് കൊള്ളാലോ, തനിക്ക് ഇപ്പം കുഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഫുൾ ടൈം കുഞ്ഞിനെ കൂടെയാണ്, നമ്മളെ ഒന്നും ആർക്കും മൈൻഡ് ഇല്ലേ എന്ന് സച്ചി പറഞ്ഞവിടെ ഇരിക്കുമ്പോഴത്തേക്കും അർച്ചന എണീറ്റെന്ന് പറയും. അങ്ങനൊന്നുമല്ല, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം സച്ചിട്ടാ. കാരണം ഈ സമയത്തൊക്കെ അവർ വളർന്നു വരുമല്ലേ, അവരുടെ കൂടെ തന്നെ നമ്മൾ കാണണം. അത്രയും വലിയൊരു കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു നമുക്കും വേണ്ടിയിടോ ഇങ്ങനത്തെ ഒരു കുഞ്ഞ്, നമുക്ക് വേണം സച്ചിട്ടാ, നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞ് വേണം. അതിനുവേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയുമ്പം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മളും കൂടെ കുറച്ചൊക്കെ മെനക്കെട്ടാൽ മാത്രമേ നമുക്ക് ആ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ അർച്ചനയ്ക്ക് നാണമാണ്. ചേച്ചി പറയുന്നുണ്ട് നമുക്ക് 1/2 ഡസൻ കുഞ്ഞൊക്കെ വേണ്ടെന്ന് പറയുമ്പോൾ 1/2 ഡസന് 1 ഡസൻ എന്ന് രണ്ടുപേരും പരസ്പരം കണക്കുകളൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള വട്ടം കൂട്ടി രണ്ടുപേരും എന്താണ് ഇതൊക്കെ സംസാരിച്ചിട്ട് രണ്ടുപേരും കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ഒരു കുഞ്ഞ് വേണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ തന്നെ അവരിയ്ക്കുന്നത് കാണിച്ചിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് അവന്തിക തന്നെയാണ് കാണിക്കുന്നത്. അവന്തിക ചെന്നെത്തിയിരിക്കുന്നത് ലാൻഡായിരിക്കുന്നത് സ്നേഹയുടെ ബെഡ്റൂമിൽ. സ്നേഹ ആണെങ്കിൽ കുടിച്ച് കള്ള് കുടിച്ച് കമന്ന് കിടക്കുകയാണ്. അപ്പം കമന്ന് കിടന്ന് കയ്യിൽ ഗ്ലാസും ഇപ്പോഴത്തെ എന്താണ് കൈ അങ്ങനെ എന്താണ് കട്ടിലേക്ക് ഇങ്ങനെ വിരിച്ചിട്ട് അസൽ കള്ളുകുടിയന്മാരെ പോലെ ഒരു കള്ള് കുടിച്ച് എന്ന് തന്നെ പറയാം. അങ്ങനെ സ്നേഹ ബോധം കെട്ട് കിടക്കുമ്പം സ്നേഹത്തെന്ന് പറയാം നീ കുടിച്ച് കിടന്ന് ഉറങ്ങടി, കള്ളൊക്കെ കുടിച്ച് നിന്റെ സർവ്വബോധവും കളയുമ്പോഴത്തേക്കും നിനക്ക് ധനുഷിനെ മെല്ലെ നിൻ്റെ ഓർമ്മയിൽ നിന്ന് ഇല്ലാതാക്കും. അത് തന്നെയാണ് ഈ ഏട്ടത്തിക്ക് ആവശ്യം. ആ ധനുഷിനെ നിൻ്റെ ഏട്ടത്തിക്ക് വേണം, ഏട്ടത്തിയുടെ മാത്രമാണ് ധനുഷ്. അല്ല സ്നേഹം നീ അതിൻ്റെ ഇടയ്ക്ക് കയറി വരാൻ നിൽക്കേണ്ട. ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്കകത്ത് വെച്ച് പെട്ടെന്ന് എന്താണെന്നറിയോ ഈ സ്നേഹ എന്താണ് കണ്ണടച്ച് കിടന്നത് സ്നേഹയുടെ ഒരു കണ്ണ് മാത്രം ട്വൈങ് വന്നിട്ട് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കൊരു പേടിയാവും. എന്നിട്ട് കണ്ണ് വേഗം തന്നെ ഈ സ്നേഹം അടയ്ക്കുന്നുണ്ട്. അപ്പം ഈ സ്നേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അതോ ഇനിയിപ്പോൾ സ്നേഹയ്ക്ക് അഭിനയിച്ചതിൻ്റെ ഇടയ്ക്കകത്തൊരു പാളിപ്പോയ പണിയാണോ ഈ ഒരു കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്കറിയത്തില്ല. എന്നാൽ ഇനി വരുന്ന എപ്പിസോഡ് അറിയാം. അപ്പം സ്നേഹയുടെ മുന്നിൽ തന്നെ വെച്ച് പറയുന്നുണ്ട് ധനുഷ് എൻ്റെ മാത്രമാണ്, ഞാൻ വളരെ മോഹിച്ച വ്യക്തിയാണ്, എനിക്ക് ആർക്കും അവനെ വിട്ടു തരാൻ പറ്റത്തില്ല എന്നൊക്കെ അവന്തിക കൂസലില്ലാതെ തന്നെ സ്നേഹയുടെ മുന്നിൽ ഒന്ന് പറയുവാണ്. അതുകൊണ്ട് ഇനി നിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നീ ആവത്തില്ല, ഈ ലഹരി തീരുമാനിക്കും, നീ അതിൻ്റെ പിറകെ തന്നെ നടക്കും. അതുകൊണ്ട് എൻ്റെ മോള് കള്ളൊക്കെ കുടിച്ച് ധനുഷിനെ അങ്ങ് മനസ്സിൽ തന്നെ അങ്ങ് പറിച്ച് കളഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ അവന്തി എന്ന് പറയുന്നവൾ. ഇങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തതും നമ്മുടെ ആതിരയാണെങ്കിൽ കുഞ്ഞിനെ പാലൊക്കെ കൊടുത്തിട്ട് നോക്കിയതും കുഞ്ഞ് ഭയങ്കര കരച്ചിൽ, ഞാൻ കരച്ചിലോട് കരച്ചില്ല. അപ്പോൾ കുഞ്ഞിന് എന്താണ് വാവോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി കൊടുത്തിട്ടും കുഞ്ഞ് കരച്ചിലൊന്നും നിർത്തുന്ന ഒരു ലക്ഷണമില്ല. അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് നമ്മുടെ അർച്ചന ഓടി റൂമിൽ എത്തുക. എന്ത് പറ്റി ആതിരെ കുഞ്ഞ് കരയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അറിയത്തില്ല ചേച്ചി, പാല് കൊടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഭയങ്കര കരച്ചില്ല, ചിലപ്പം പാലെങ്ങാണ് മണ്ടേ കയറിയതാക്കി വന്നിട്ട് അർച്ചന എന്താ നീ കുഞ്ഞിനെ എൻ്റെ കൈ താ വന്നിട്ട് മേടിച്ചിട്ട് കുഞ്ഞ് തോളിയിട്ട് എന്താണ് ഭയങ്കരമായിട്ട് എന്താണ് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ആതിര ഭയങ്കര ടെൻഷനകത്താണ്. കാരണം കുഞ്ഞെന്താണ് പാല് കുടിച്ചപ്പം തൊട്ട് ഭയങ്കര കരച്ചിലാണെന്നോ ആതിരയ്ക്ക് ഭയങ്കര ടെൻഷൻ നിൽക്കുമ്പോഴത്തേക്കും അർച്ചന എടുത്തതും കുഞ്ഞിനെ പോലെ അർച്ചനയുടെ തോളി ചാഞ്ഞ് കിടന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങുവാണ്. അപ്പോൾ ഇത് കണ്ട് ആതിരയ്ക്ക് ഭയങ്കര അത്ഭുതം. കാരണം ചേച്ചിയുടെ കയ്യിൽ എന്ത് മാജിക്കാണെന്നറിയാതെ ആതിര എന്താണ് ചേച്ചിയെ നോക്കി നിൽക്കുന്നതും ചേച്ചിയുടെ കൈ കുഞ്ഞ് എന്തുമാത്രം ശാന്തമാണെന്നുള്ളതൊക്കെ നോക്കി നിൽക്കുന്നതും അർച്ചന അതുപോലെ പരസ്പരം നോക്കി ചിരിക്കുന്നത് കാണിച്ചാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അവന്തിക എന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ ആരും കാണാതെ മണ്ടനായ ഭർത്താവായ നന്ദനെയും പറ്റിച്ചുകൊണ്ട് രാവിലെ തന്നെ കള്ളക്കാമോനെ പുറത്തിറക്കാനുള്ള മാർഗ്ഗത്തിനായി കാറും എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക. അപ്പം മൂർത്തി പറഞ്ഞു വിട്ട ആളായിട്ട് ഒരു ശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വരുന്നത്. അപ്പം മൂർത്തി പറഞ്ഞു വിട്ട ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ മാഡം ഞാൻ എൻ്റെ പേര് ശങ്കർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അവൻ വന്നില്ലേ, അപ്പം ഈ പറയുന്ന ഈ അവൻ ആരാന്ന് അറിയത്തില്ല, അവൻ നാട്ടിലില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽസ് സംസാരിച്ച് ഈ ധനുഷിനെ പുറത്തിറക്കാനുള്ള കാര്യമാണ് പറയുന്നത്.
ധനുഷിൻ്റെ പേരിലുള്ള ചാർജസ് എന്ത് വലുതാന്നൊക്കെ പറയുന്നുണ്ട്. ആൾമാറാട്ടം, ചീറ്റിങ്, അതുപോലെ തന്നെ എന്താണ് തട്ടിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് അവൻ്റെ പുറത്തുള്ള ചാർജസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവനെ പുറത്തിറക്കണമെങ്കിൽ നല്ല എന്താണ് മിടുക്കനായ വക്കീൽ തന്നെ വേണം. അങ്ങനെ ഒരാൾ തനിക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അഡ്വക്കേറ്റ് വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. അപ്പം വിജയലക്ഷ്മിക്ക് ഭയങ്കര ചാർജ് കൂടുതലെന്ന് പറയുമ്പം അറിയുന്നുണ്ട്, ഓ പൈസയുടെ കാര്യം നോക്കണ്ട, കാരണം സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ അല്ലല്ലോ, അതുകൊണ്ട് മേലെ നോവാതെ എടുത്ത് കൊടുക്കാമല്ലോ പറ്റിച്ച പൈസ, അതുകൊണ്ട് പൈസ ഇനി എത്ര ആണെങ്കിലും സാരമില്ല, ധനുഷിനെ പുറത്തിറക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ പോരാത്തന്നെ അവന് താമസിക്കാൻ, അവൻ അവിടെ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അവന് താമസിക്കാൻ നല്ലൊരു വീടും കൂടെ എടുക്കണം. ഇതൊക്കെയാണ് തൻ്റെ ഉത്തരവാദിത്തം. ഇതൊക്കെ എന്താ ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും മാഡം, മാഡം ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ എല്ലാം എന്താണ് കൃത്യമായി ചെയ്തോളാം എന്നിട്ട് അവനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അവനിക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഹാസിനി സന്ധ്യയെ കാണാൻ വന്നു. അപ്പം സന്ധ്യ എടുത്ത് എന്താണ് കാര്യങ്ങളൊക്കെ അവരൊക്കെ സംസാരിച്ച് സച്ചി എടുത്ത് കുറച്ച് നേരം പുറത്ത് പോയിക്കാൻ പറഞ്ഞു. അപ്പോൾ അർച്ചന പറഞ്ഞു, എന്നാൽ സച്ചിയേട്ടനെ പുറത്ത് പറഞ്ഞു വിട്ട കാര്യം, അല്ലെങ്കിൽ ഞാൻ എങ്ങാനും സംസാരിച്ച് സച്ചിയേട്ടനെ മനസ്സിലാവണം, സച്ചിയേട്ടൻ്റെ കുറവ് കൊണ്ടാണ് കുഞ്ഞില്ലാതെ മനസ്സിലായ സച്ചിയേട്ടനത് ഭയങ്കര വിഷമം, സച്ചിയേട്ടനെ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടമാണ് സന്ധ്യ. കാരണം ആദരയും കുഞ്ഞ് ഇവിടെ വീട്ടിൽ വന്നപ്പം തൊട്ട് സച്ചിയേട്ടന് ഒരു കുഞ്ഞ് വേണമെന്നുള്ള മോഹം വളരെയധികം കൂടുതലാണ്. എനിക്ക് പലപ്പോഴും കുറ്റബോധം കൊണ്ട് പറയണമെന്നൊക്കെ തോന്നിയാലും പക്ഷേ അത് സച്ചിയേട്ടന് എന്തുമാത്രം വിഷമാവുന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറയാതെ മനസ്സ് അടക്കി പിടിക്കുക. എന്നാലും അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഞാൻ സന്ധ്യയെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സച്ചിൻ്റെ ഒരു കാരണവശാലും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം എന്താണ് അർച്ചന അടുത്ത് സന്ധ്യ എന്താണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അർച്ചനയ്ക്ക് ടിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ തരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അർച്ചന എന്താണ് സച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കണം. കാരണം അത് മറ്റൊന്നിനല്ല, സച്ചിക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ അർച്ചന ഇത് കഴിക്കണം. അപ്പം സച്ചിക്ക് എന്താണ് ഒരു സംശയം വരാതിരിക്കും, അല്ലെങ്കിൽ സച്ചിക്ക് എന്താണ് ഒരു സംശയം തോന്നിയാലോ, ഞാൻ ആ കാര്യത്തിനകത്ത് സന്ധ്യയെ പറയുന്നത് തന്നെ, ഞാൻ അന്ന് സന്ധ്യയ്ക്ക് ഒരു വാക്ക് തന്നില്ലേ, എന്ത് വേണമല്ലോ സച്ചിയേട്ടൻ്റെ മനസ്സ് നോവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം ഒരു ധാരണയ്ക്കകത്ത് സച്ചിയുടെ മുന്നിൽ വെച്ച് അർച്ചന ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അർച്ചനയും കൂടെ കഴിച്ചു വയ്ക്കാം. പരസ്പരം സംസാരിച്ച് നിൽക്കുന്നത് കാണിച്ചാണ് ഈ കാണാൻ പോകുന്ന മാംഗല്യം സീരിയലിലെ നെക്സ്റ്റ് എപ്പിസോഡ് ഫുൾ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട. ബൈ.